5G നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും കൊച്ചിയിലും ട്രിവാൻഡ്രത്തും 5G വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും 5G കിട്ടിയെന്ന് കേട്ടപ്പോൾ തന്നെ ഞാനും ഒരു ദീർഘയാത്ര നടത്തി പാളയം ജംഗ്ഷൻ വരെ. അമ്പരചുംബി ആയിട്ടുള്ള പാളയം മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ കൂടി തേരാപാര തെക്ക് മലക്ക് നടന്നിട്ടും എനിക്ക് 5G കിട്ടിയില്ല. ഫൈനലി ജുമാ മസ്ജിദിന്റെ ഓപ്പോസിറ്റ് പോയി വെറുതെ നിന്നപ്പോൾ 5G എന്ന് എൻ്റെ ഫോണിൽ കാണിച്ചു. ആ സമയത്ത് എൻ്റെ ഉള്ളിലുണ്ടായ സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എന്നാൽ സ്പീഡ് ടെസ്റ്റർ എടുത്തു വെച്ചിട്ട് കുറച്ച് സ്പീഡ് അങ്ങ് നോക്കാമെന്ന് വെച്ചപ്പോഴോ 50 MB താഴെ മാത്രമേ അവിടെ സ്പീഡും കിട്ടുന്നുള്ളൂ. ഇതാണ് 5Gയുടെ എൻ്റെ എക്സ്പീരിയൻസ്. 5G ശരിക്കും നമുക്കൊരു മാറ്റം കൊണ്ടുവരുമോ? ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന 4G ഇൻ്റർനെറ്റിനേക്കാളും വലിയൊരു എക്സ്പീരിയൻസ്, വലിയൊരു മാറ്റം കൊണ്ടുവരുമോ? കൊണ്ടുവരും, മാറ്റം കൊണ്ടുവരും. നിങ്ങളുടെ ബാറ്ററി പെർസെൻറ്റേജിൽ നല്ല മാറ്റം കൊണ്ടുവരും. ആക്ച്വലി സെറ്റിംഗ്സിൽ പോയിട്ട് മൊബൈൽ ഡേറ്റയിൽ 5G ഓട്ടോ കണക്ട് എനേബിൾ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് 5G എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിക്കുള്ളൂ. അങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പിനെ നല്ല രീതിക്ക് അഫക്റ്റ് ചെയ്യും. നല്ല രീതിക്ക് അഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഐഫോണിൽ ഈ സെറ്റിംഗ്സ് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു ഡയലോഗ് ബോക്സ് എഴുതി കാണിക്കും, ഇതിനകത്ത് നല്ല രീതിക്ക് ബാറ്ററി ബാക്കപ്പ് കുറയും, നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന്. സെറ്റിംഗ്സിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള നെറ്റ്വർക്ക് 5Gക്ക് വേണ്ടി വിതുമ്പി നിൽക്കുമായിരിക്കും. അപ്പോൾ എവിടെയൊക്കെ 5G ഉണ്ടോ, എവിടെയൊക്കെ 5G ഉണ്ടോ നമ്മുടെ ഫോൺ അന്വേഷിച്ച് നടക്കുമ്പോൾ നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പും നല്ല രീതിക്ക് തീർന്നു കിട്ടും. 2023 അവസാനത്തോടു കൂടി 80% ആളുകളിലും 5G എത്തുമെന്നാണ് പറയുന്നത്. ഈ 2023 അവസാനം വരെ കാത്തിരിക്കേണ്ടവർ എയർടെൽ യൂസേഴ്സ് മാത്രമാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. ഇനി കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആണ്. 5Gയുടെ ബിഡിങ് നടത്തിയ സമയത്ത് ഏറ്റവും കൂടുതൽ 5G സ്പെക്ട്രം വാങ്ങിയത് ജിയോ ആണ്, അതായത് 88,000 കോടി രൂപയ്ക്ക്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ജിയോ ഉണ്ട്, തൊട്ട് താഴെ എയർടെലും ഉണ്ട്. എന്നാൽ നിങ്ങൾക്കറിയാവോ ജിയോ 5G വെൽക്കം ഓഫർ എന്ന് പറഞ്ഞിട്ട് ഒരു SMS പലർക്കും പോയിട്ടുണ്ട്. അങ്ങനെ പോയിട്ടുള്ളവർക്ക് മിനിമം 800 MB/s മേളിൽ സ്പീഡോടുകൂടി ഫ്രീ ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് 5G ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ട്രിവാൻഡ്രത്തും എറണാകുളത്തും എല്ലായിടത്തും. ശരിക്കും പറഞ്ഞാൽ ജിയോ 5G 2024 നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സത്യമാണ്. പലർക്കും അൺലിമിറ്റഡ് ആയിട്ട് ജിയോ 5G യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതും ടോപ്പ് സ്പീഡിൽ. ഇനി ജിയോ 5G വെച്ചിട്ട് നമുക്ക് ഒരു ആപ്പും ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് 2-3 സെക്കൻഡുകൾ മതി. 300 രൂപയ്ക്ക് മേളിൽ റീചാർജ് ചെയ്തിട്ടുള്ള ആർക്കും ഈ ഒരു ഓഫർ കിട്ടും. മൈ ജിയോ ആപ്ലിക്കേഷൻ്റെ അകത്ത് കയറുന്ന സമയത്ത് ഒരു ടെസ്റ്റർ അല്ലെങ്കിൽ 5G ടെസ്റ്റർ എന്നുള്ള ഒരു ഡയലോഗ് ബോക്സ് അവിടെ കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, ജിയോ എന്ന സിം 2017 നമ്മുടെ ഇന്ത്യയുടെ ഡിജിറ്റൽ വേൾഡിൽ ഒരു മാറ്റം കൊണ്ടുവന്നില്ലേ? ഈ മാറ്റം അടുത്തും വീണ്ടും സംഭവിക്കാൻ പോവാണ് 2023. നിങ്ങൾ എൻ്റെ വേർഡ് മാർക്ക് ചെയ്ത് വെച്ചോ. 2023 ക്ലൗഡ് ഗെയിമിംഗ്, VR അല്ലെങ്കിൽ മെറ്റാവേഴ്സ് ഇതേപോലുള്ള കാര്യങ്ങളിൽ വലിയൊരു കുതിപ്പായിരിക്കും നമ്മുടെ ഇന്ത്യയിൽ കാണാൻ പോകുന്നത്. അതും ഒരേ ഒരു സിം കാരണമാണ് ജിയോ 5G അല്ലെങ്കിൽ ജിയോ എന്ന സിം അത്രത്തോളം പവർഫുൾ ആണ്. ജിയോ 5G ഒക്കെ അവിടെ നിൽക്കട്ടെ, എയർടെലിന്റെ കാര്യം നോക്കാം. 43,000 കോടി രൂപയ്ക്ക് 5G സ്പെക്ട്രം വാങ്ങിച്ച് 2ാം സ്ഥാനത്ത് എയർടെലും ഉണ്ട്. ട്രിവാൻഡ്രം സിറ്റി മൊത്തം അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടും 100 MB/s മേളിൽ എനിക്ക് എയർടെൽ 5G സ്പീഡ് തന്നിട്ടില്ല. ഇനി പലയിടത്തും നോക്കിക്കഴിഞ്ഞാൽ സ്പീഡ് കുറവാണ്. എന്നാൽ പൊതുവെ ഉള്ള വെള്ളയമ്പലം, ശാസ്തമംഗലം ഇതേപോലുള്ള സ്ഥലങ്ങളിൽ ജിയോ 5G 800 MB/s മേളിൽ സ്പീഡ് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊരു എയർടെൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ ജിയോയിലേക്ക് മാറുന്നതിനെ പറ്റിയിട്ട് വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. എന്നാൽ 10% എല്ലാ ടാരിഫിനും വില കൂട്ടുന്ന ഈ ടെലികോം കമ്പനികൾ എത്ര രൂപയാണ് ഒരു മിനിമം ഒരു 1.5 GB പെർ ഡേ പ്ലാനിന് നമുക്ക് കൊണ്ടു തരാമെന്നുള്ളത് ഇനി നോക്കി കാണേണ്ടതാണ്. 250 രൂപയാണ് ഇപ്പോഴത്തെ നമ്മുടെ ടാരിഫ് എന്ന് പറയുന്നത്, 1.5 GB 1 GB പെർ ഡേ ഒക്കെ. ഇനി അങ്ങോട്ട് 10% കൂട്ടുന്ന സമയത്ത് എങ്ങനെ പോയാലും ഒരു 300 രൂപയ്ക്ക് അടുപ്പിച്ച് അല്ലെങ്കിൽ 300 രൂപയോളം ഇതിൻ്റെ പ്രൈസിങ് വരും. ഇനി 5G കൂടി വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഭാഗമാണ്. പണി തരും, ഉറപ്പാ. അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബൈ.